കഴിഞ്ഞ 39 വർഷം എൻ്റെ ഓരോരോ ഘട്ടങ്ങളെ, എൻ്റെ ദൈവവിളിയുടെ ഓരോരോ ഘട്ടങ്ങളെ ധ്യാനാത്മകമായി വിലയിരുത്തുമ്പോൾ എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, പഴയ നിയമവും പുതിയ നിയമവും സമ്പൂർണ്ണ ബൈബിള് ശ്വാസമെടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ വെളിപാട് കൊള്ളുന്ന ഒരു സനാതന സുവിശേഷ സത്യമുണ്ട്. അത് നമ്മുടെ ദൈവം നമ്മോട് കൂടെ എന്നാണ്. എന്തിനാണ് പൗരോഹിത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മുടെ കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ദൈവത്തെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിലേക്ക് ആവഹിച്ച് ജനങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പൗരോഹിത്യം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന പ്രഥമമായ ലക്ഷ്യം. കാര്യം സുവിശേഷത്തിൻ്റെ മൗലികമായ ലക്ഷ്യം നമ്മുടെ ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്. ഈ നമ്മുടെ ദൈവം നമ്മോട് കൂടെ നിൽക്കുമ്പോൾ ആ ദൈവം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ ദൈവമല്ല, അത് മനുഷ്യരാശിയുടെ പൊതുവായ ഒരേ ഒരു ദൈവമാണ്. ഈ മനുഷ്യരാശിയുടെ പൊതുവായ ദൈവത്തെ മനുഷ്യരാശിക്കും കാലത്തിനും സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ പേരാണ് പൗരോഹിത്യം. ദൈവത്തെ ദൃശ്യവൽക്കരിക്കുന്ന സ്വർഗത്തിൻ്റെ അടയാള രൂപമായ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന സഭയായതുകൊണ്ടും സഭയിലെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയയുടെ പ്രഥമ പ്രതിരൂപമെന്ന് പറയുന്നതും മാധ്യമമെന്ന് പറയുന്നതും പൗരോഹിത്യമാണ്. പൗരോഹിത്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ കാലത്തിന് അടയാളപ്പെടുത്തി കൊടുക്കുവാനും ജനതയ്ക്ക് വിശ്വാസത്തിൻ്റെ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ, മനുഷ്യാവതാരത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയണത്. എന്താ പറയണത്? ദൈവം നമ്മോട് കൂടെ. അപ്പോൾ അതൊരു ശാശ്വതമായ സത്യമാണ്. ഈ ശാശ്വതമായ സത്യത്തിൻ്റെ സംവാഹകരായിട്ടും കൈമാറ്റക്കാരായിട്ടുമാണ് പൗരോഹിത്യം കർത്താവ് അവൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കാനുള്ള സംവിധാനമാക്കി മാറ്റണത്. എല്ലാത്തിനെക്കുറിച്ചും ഈശോ പറയും, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അത് കുർബാനയിൽ നടക്കുന്ന ലിറ്റർജിക്കലായിട്ടുള്ളൊരു ഫോർമുല മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഡു ദിസ്. ജീവിതം എന്തിനു വേണ്ടിയാണ്? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇപ്പം നിൻ്റെ ഭാര്യ ഒരു കുറച്ച് കാലത്തേക്ക് നിന്നിൽ നിന്ന് വഴക്കിട്ട് മാറി, നിനക്കതിൻ്റെ വേദനയുണ്ട്, നിനക്കതിൻ്റെ പ്രയാസങ്ങളുണ്ട്. നിനക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല, മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നിനക്കതിൻ്റെ വേദനയുണ്ട്, നിനക്കതിൻ്റെ പ്രയാസമുണ്ട്. നിനക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ജോലിയില്ല, അതിൻ്റെ പേരിൽ സാമ്പത്തികമായ കടമുണ്ട്, അതിൻ്റെ പേരിൽ നിനക്കുള്ള അപമാനമുണ്ട്, നിനക്കതിൻ്റെ വേദനയുണ്ട്. നിൻ്റെ ഭർത്താവ് കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് നിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നില്ല, മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് പോകുന്ന തിന്മയിൽ അദ്ദേഹം നിലനിൽക്കുന്നു, നിനക്കതിൻ്റെ വേദനയുണ്ട്. ഈ വേദന എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെയാണ് ഈശോ ഇവിടെ കൈകാര്യം ചെയ്തത്. അത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തോടുള്ള തൻ്റെ പ്രത്യുത്തരത്തിൻ്റെ ആവിഷ്കാരമായിട്ട് ലോകത്തിൻ്റെ വേദനകളെ ഈശോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റെടുത്തു. മനുഷ്യരാശിയുടെ വേദനകളെ മാനസികമായിട്ട്, നമ്മളെപ്പോഴും ഈശോയുടെ ശാരീരിക വേദനകളെക്കുറിച്ചാണ് പലപ്പോഴും കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ ഭയങ്കരമായ രീതിയിൽ വാചാലമാകണത്. അപ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നൊരു സംഭവം ഈശോ അനുഭവിച്ച ആന്തരിക സംഘർഷങ്ങളാണ്. ഞാൻ എന്നും പിന്നാലെ പോയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആന്തരിക സംഘർഷങ്ങളുടെ പിന്നാലെയാണ്. ഓരോരോ ഘട്ടങ്ങളിലും ക്രിസ്തു രക്ഷ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അനുഭവിച്ചു കൂട്ടിയ ആന്തരിക സംഘർഷങ്ങൾ, മാനസിക വേദനകൾ, അതെല്ലാം ഈശോ ഒരു ഓർമ്മയ്ക്കായി ചെയ്യുകയായിരുന്ന പിതാവിനുള്ള സ്നേഹത്തിൻ്റെ അടയാളവും ആവിഷ്കാരവുമായിട്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ കാലികമായ വ്യതിരിക്തമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇതിനെ എങ്ങനെ സുവിശേഷവൽക്കരിക്കാം, ഇതിനെ എങ്ങനെ കുർബാനയാക്കി മാറ്റാം,
ഇതിനെ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി കർത്താവിൻ്റെ തിരുശരീരമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാമെന്നാണ് എൻ്റെ പൗരോഹിത്യം കൊണ്ട് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് കൃപാസന. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ നിങ്ങളോട് പറയും, ഈ പ്രയാസം ഇതുപോലെ ക്രിസ്തു അനുഭവിച്ചതാണ്, അവനത് ഓർമ്മയ്ക്കായാണ് കാഴ്ചവെച്ചത്. നമ്മളോടും പറഞ്ഞിരിക്കുന്നത് കുർബാനയാക്കാനാണ്. ഓരോ വേദനകളെയും ഭാരങ്ങളെയും അത് അതിൽ പരിശുദ്ധാത്മാവ് നിറയണത് വരെ അതിനെ കുർബാനയാക്കി ഉയർത്തപ്പെടണം. മനുഷ്യൻ്റെ വേദനകളെ കാസായാലും പിലാസകളിലും പരിശുദ്ധാത്മാവ് അതിൽ നിറയുന്നവരെ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, ദൈവസ്നേഹത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനെ കുർബാനയാക്കാനുള്ളൊരു വിളിയാണ് അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്കുള്ള നമ്മുടെ യാത്രയെന്ന് പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് കൃപയാണ്. നമ്മൾ പെട്ടെന്ന് ആശ്വാസം പ്രാപിക്കുന്നത് അനുഗ്രഹമാണ്. ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയും. കൃപ ബേസിക്കായിട്ട് അത് ദൈവത്തിൻ്റെ പവർ, ദൈവാംശം തന്നെയാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. ബ്ലെസ്സിങ്സ് അപ്പോഴേ ഗലാത്യർ 6:19 ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ദൈവശക്തി എന്ന് പറയുന്ന 2 കൊറിന്ത്യർ 12:10 കർത്താവിൻ്റെ ശക്തി, കൃപ അത് നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. കാരണം അതുണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. നമ്മൾ ദൈവമക്കളെന്ന രീതിയിൽ കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ് അവൻ വന്നതെന്ന് യോഹന്നാൻ 10:10 പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവമക്കളെന്ന നിലയിൽ കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി എന്ന് യോഹന്നാൻ 1:12 പറയുന്നുണ്ട്. ആ കൃപയിൽ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ 1:16 പറയുന്നുണ്ട്. കൃപാസനം അന്വേഷിക്കുന്നത് ഈ കൃപയാണ്. അത് കൃപയ്ക്ക് മേൽ കൃപ, ഓരോ ദിവസവും മേൽകൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ്, മേൽകൃപ ടാപ്പ് ചെയ്യുക. എല്ലാവരും കൃപയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഗ്രേസിനെ കുറിച്ചാണ്. പക്ഷേ കൃപാസനം സംസാരിക്കുന്നത് ഗ്രേസ് അപ്പോൺ ഗ്രേസിനെ കുറിച്ചാണ്, മേൽകൃപയെക്കുറിച്ചാണ്. മേൽകൃപ നമുക്ക് ലഭിക്കുന്നത്, അടിസ്ഥാന കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കൗതാശിക അനുഷ്ഠാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും. പക്ഷേ അടിസ്ഥാന കൃപയിൽ കെട്ടി ഉയർത്തുന്നതാണ് മേൽകൃപ. അത് ജീവൻ സമൃദ്ധി എന്നും കൃപാസമൃദ്ധി എന്നും പറയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വിഷയവും വളരെ ഗൗരവതരമായ വിഷയങ്ങളെ ഞാൻ കേൾക്കും, എല്ലാ ദിവസവും കേൾക്കും. പൗരോഹിത്യത്തിൻ്റെ എല്ലാ 39 വർഷവും ഞാൻ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ 500 പേരെ വരെ കേട്ട ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ 6 മണിക്ക് ഇരിക്കുമ്പോൾ വെളുപ്പിന് 6 മണിക്കാണ് പിരിയണത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു 2016 15 തൊട്ട് 2004 തൊട്ട് 2016 വരെ. മരിയൻ തപസ് എന്നുള്ള കൃപാഭിഷേക ധ്യാനത്തിൽ ഞാൻ ആൾക്കാരെ വൈകുന്നേരം 6 മണിക്ക് കാണാൻ തുടങ്ങും. പിന്നീട് വെളുപ്പിന് ഉറക്കം തൂങ്ങി ഇവിടെ ഈ ആൾത്താരെ ഇരുന്ന് 6 മണി വരെ കാണും. എന്നിട്ട് 6 മണിക്ക് പോയി അമ്പലപ്പുഴ പോയി ബലിയർപ്പിക്കും. ഞാൻ കേൾക്കുമ്പോഴെന്നിട്ട് ജനങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കേൾക്കും. അതിനെങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കും. രാത്രിയും പകലും പ്രാർത്ഥനയിൽ ചോദിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ടോക്കായിട്ട് നൽകണത് പലപ്പോഴും. അല്ല, ഞാനൊരു പുസ്തകം നോക്കി പറയണതല്ല. നിങ്ങളിങ്ങനെ ഓരോരുത്തരും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യം. ഇന്നിപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു ഭൂമിക്ക് മുകളിൽ മനുഷ്യനുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും അമ്മ ആൻസർ ചെയ്യുന്നുണ്ട്. ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളുമാണ് അതായത് ആ വിഷയങ്ങൾക്കെല്ലാം അമ്മ ആൻസർ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ജപമാല പ്രാർത്ഥനയിൽ ഞാൻ അമ്മയുമായിട്ട് കുറേ നേരം ഇരിക്കും. 12 ജപമാലയൊക്കെ ഞാൻ ഏതെങ്കിലും രാത്രികൾക്കുള്ളിൽ ചൊല്ലി തീർക്കും. ആ സമയത്ത് കുറേ ഗ്യാപ്പ് വരുമ്പോഴൊക്കെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ അമ്മയുടെ മുമ്പിൽ എന്നിട്ട് എന്നോട് പറയും ബൈബിൾ എടുത്ത് നോക്കാൻ പറയും. ഉടനെ ഞാൻ ബൈബിൾ എടുത്ത് നോക്കും. അപ്പോൾ എനിക്ക് അന്നുവരെ കേൾക്കാത്ത വചനങ്ങൾ അമ്മ കാണിച്ചു തരും. അപ്പോൾ ഞാനത് എഴുതിയെടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിന് പിന്നെ പുറകെ നടക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ എനിക്ക് ചില സമയത്ത് അമ്മ ഒന്നും മിണ്ടത്തില്ല. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് ഞാൻ ആ റെക്കോർഡിങ് ടൈം ആകുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും കേട്ടിട്ടുള്ളതൊന്നും പറയത്തില്ല. അപ്പോൾ എല്ലാം പുതിയ കാര്യങ്ങൾ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ തുടങ്ങി വെച്ച് കഴിയുമ്പോഴാണ് എനിക്കറിയാം നമ്മുടെ ദൈവം നമ്മോട് കൂടെ. കർത്താവ് മനുഷ്യാവതാരത്തെ സമയത്തും പറഞ്ഞ ദൈവം നമ്മോട് കൂടെ. ഇതാണ് സഭയുടെ ദൗത്യം. നമ്മോട് കൂടെയുള്ള ദൈവത്തെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ അതിനെ മാംസവൽക്കരിക്കാനുള്ള ബാധ്യതയാണ് സഭയ്ക്കുള്ളത്. വചനത്തിന് എപ്പോഴും മാംസമാകാനുള്ള ടെൻഡൻസി ഉണ്ട്.
അതിൻ്റെ മൂർത്തരൂപമായിട്ടാണ് മനുഷ്യാവതാരം വരുന്നത്. അപ്പോൾ എല്ലാ വചനങ്ങളും ശരിക്കും പ്രവചനങ്ങളാണ്. എല്ലാ വചനങ്ങളും തന്നെ അതിൻ്റെ അകത്തൊരു ആന്തരികമായ പ്രവചനാംശമുണ്ട്. നമുക്ക് സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഉള്ള പ്രവചനം വചനത്തിലുണ്ട്. ഈ പ്രവചനത്തെ വ്യാഖ്യാനം ചെയ്ത് കഴിയുമ്പോഴാണ് കാലത്തിലേക്ക് ദൈവം വീണ്ടും മനുഷ്യാവതാരം ചെയ്യുന്നത്. അത് നമുക്ക് ക്രിസ്തു നമ്മുടെ കൂടെയുള്ള ഫീലിംഗ് നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ധൈര്യം വരും. ഏത് അറ്റം വരെയും പോകാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ പ്രശ്നം? വൈഫ് ഇത്തിരി വഴക്കിട്ട് പോയാലും ഭർത്താവ് വഴക്കിട്ട് പോയാലും 10 കൊല്ലം മക്കളില്ലാതിരുന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അതാണ് 4:13 ഗലാത്യ പറയണത്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ശക്തനാക്കുന്നവനെ മനുഷ്യൻ്റെ എല്ലാ ജീവിത അവസ്ഥകളിൽ സംരംഭമാക്കി കൊടുക്കുന്നതാണ് ഉടമ്പടി. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദൈവമായിട്ടുള്ള ബയലാട്ടറൽ എഗ്രിമെൻ്റ് വരുമ്പോൾ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ ദൃശ്യരൂപവും വചനത്തിൻ്റെ മനുഷ്യാവതാരവും സംഭവിക്കും. ഈ വചനത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് കൃപാസനത്തിൽ അണമുറിയാതെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ദൈവത്തിന് പഞ്ഞമില്ല. എപ്പോഴും ഓർക്കുക, ഞാൻ നിങ്ങളോട് പണ്ടും പറഞ്ഞിട്ടുള്ളത് വേദന ഒരു ദൈവവിളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? നിങ്ങൾക്കൊരു വേദന ഉണ്ടെങ്കിൽ അതിലൂടെ ഏതെങ്കിലും സമയത്ത് ദൈവം നിങ്ങളുടെ ആ ചാനലിലൂടെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് കയറി വരണത് കാണാം. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മറിയത്തെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യണം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ ആദ്യം തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ. 3 ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് ആദ്യമേ ഞാൻ ദൈവത്തെ കാണുന്നത് 4 വയസ്സിലുള്ളപ്പോഴാണ്. 4 വയസ്സിൽ. അതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ വിളിയും നിങ്ങളെപ്പോഴും ഇതിൻ്റെ അകത്ത് ക്രൈസ്തവരുണ്ട്, അക്രൈസ്തവരുണ്ട്, നോൺ കാത്തലിക്സ് ഉണ്ട്, എല്ലാ പൊതുസമൂഹമാണ്. ഈ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്ന് ഈ നിമിഷം വന്നിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ മുൻകൂട്ടി തീരുമാനമാണ്. അല്ലാതെ നിങ്ങളെടുത്ത ഒരു ഓപ്ഷൻ അല്ലത്. ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമൊക്കെ മുൻകൂട്ടി തീരുമാനമുണ്ട്. തൻ്റെ മുമ്പാകെ എഫേസ്യസ് 1:4 വായിക്കുന്നതാണ്, തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും സ്നേഹത്തിൽ നിഷ്കളങ്കരായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുവെന്ന്. അപ്പോൾ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ദൈവത്തെ സമീപിക്കുന്നവർ ക്രിസ്തുവിനെ കണ്ടെത്താതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. ഇതെല്ലാം മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. എൻ്റെ 4 വയസ്സിൽ ഞാൻ അപ്പനുമായിട്ട് ജപമാല ചൊല്ലിയിട്ട് എൻ്റെ പെങ്ങളും കൂടി ഞങ്ങൾ 4 വയസ്സേ ഉള്ളൂ, അവൾക്ക് 2 വയസ്സ് മറ്റേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പടിഞ്ഞാറ് ഒരു ചെമ്പരത്തിക്കാടുണ്ട്. അപ്പോൾ അവിടെ ചെമ്പരത്തിക്കാട്ടിൽ ഇങ്ങനെ കർത്താവിൻ്റെ തിരുമുഖം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ. നിലാവിൽ ചെമ്പരത്തിക്കാട്ടിലിങ്ങനെ നിലാവ് വീഴുമ്പോൾ കർത്താവിൻ്റെ തിരുമുഖം അതിലൂടെ ഇങ്ങനെ നിറച്ച് ഒരു 70 ബമ്പിൽ നിൽക്കും. അപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ദേ ഈശോ, അപ്പ ഈശോ എന്ന് പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പ ഈശോ എന്ന് പറയണത്. അപ്പനിക്കൊന്നും മനസ്സിലായില്ല, അപ്പനത് കണ്ടുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഇരിക്കുന്ന ഈശോയാണ് ഇപ്പം നിൽക്കണമെന്ന് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ഈശോയെ തിരക്കി നടക്കണതാണ്. പിന്നെ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ആനപ്പുറത്ത് ആരാജ്യമായിട്ട് ഈ വെള്ള ലോഹയും ചുവപ്പ് അങ്കിയും ഇട്ട് ഈശോ കടന്നു വരുന്നത് കണ്ടു. അതൊരു സ്വപ്നമായിരുന്നു ശരിക്കും. അപ്പോഴും ഈശോ, അതായത് നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ഇന്ന് കൃപാസനത്തിൽ എന്തൊരു മനുഷ്യരാണ് സ്വപ്നം കാണുന്നത്, എത്രയോ മനുഷ്യർക്ക് ദർശനം കിട്ടുന്നത്. ദൈവം എന്തുമാത്രം ട്രാൻസിബിൾ ആയിരിക്കുന്നു, സ്പർശ്യമായിരിക്കുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന പൗരോഹിത്യ അനുഭവം, ദൈവാനുഭവം ഇന്ന് കൃപാസനത്തിൽ കാലുകുത്തുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറയണത്, കുഴപ്പമൊന്നുമല്ല, ഒരു പ്രത്യേകത എന്ന് പറയണത്, ഞാൻ എന്ത് കണ്ടാലും സീരിയസ് ആയിട്ട് എടുക്കും, എഴുതി തള്ളത്തില്ല. നിങ്ങൾക്ക് ദൈവാനുഭവം വേണമെങ്കിൽ എൻ്റെ ഒരു രീതി എന്ന് പറയണത്, എന്ത് കണ്ടാലും ഞാൻ അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, കർത്താവിൻ്റെ പാദമുദ്രയാണെന്ന് എടുക്കും. ഒരു പ്രശ്നം വന്ന് സഭയിൽ തന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാം കർത്താവ് എന്നെ വെളിപ്പെടുത്തുന്ന എല്ലാം സഭയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഉടമ്പടി ഇല്ല, കൃപാസനം മാതാവില്ല, ഇങ്ങനെ ഇതൊന്നും സഭയിൽ നേരത്തെ ഇല്ലാത്തതാണ്. ഇപ്പം നൊവേനൊക്കെ നേരത്തെ ഉള്ളതാണ്, നേരത്തെ ഇല്ലാത്ത പദ്ധതിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സഭ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ എന്തൊരു നല്ല സഭയാണ്.
ഇത്രയും ഞാൻ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുമ്പോഴും അതിനെ വളരെ പക്വതയോടെയും വിവേകത്തോടെയും സഭ കാണുകയും ചില സമയത്ത് സഭയുടെ പഠനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അല്പം ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ മെത്രാൻസ് എന്നെ വിളിക്കുകയും എന്നെ സ്നേഹത്തോടെ അത് തിരുത്തുകയും എന്ത് സുന്ദരമായിട്ടാണ് വഴി നടത്തിയിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ ദൈവാനുഭവത്തിലേക്ക് വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ദൈവവും രണ്ടാമത് സഭയുമാണ്. കാര്യം സഭയ്ക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം ഞാനിത് ഒരു ഡിഗ്രിയുടെ പുറത്താണ് ഇതിവിടെ സ്ഥാപിച്ചത്. അതിന് സ്പെഷ്യൽ അനുവാദം ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. ഡിഗ്രി ആയിരുന്നു, സഭയുടെ പൊതു ഡിഗ്രി എനിക്ക് അനുവാദം തന്നായിരുന്നു. പക്ഷേ എന്നെ വേണമെങ്കിൽ ആ ഒരു വിഷയത്തിന് ഡിഗ്രി തന്ന പിതാവല്ല പിന്നെ ഇരുന്ന പിതാവ്, ആ പിതാവിന് വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യാൻ വരുന്നു. പക്ഷേ എന്നോട് വളരെ പൈതൃകമായ സ്നേഹത്തോടെ മനസ്സിലാക്കി ഇവിടെ വന്ന് ഇതെല്ലാം വെഞ്ചരിച്ച് തരികയും ചെയ്തു. പിന്നീട് പുതിയ പിതാവ് ഇപ്പോൾ ജെയിംസ് ഹാനവർ പിതാവ് വന്നപ്പോൾ ഏറ്റവും വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻ്റലിജൻ്റ് ബുദ്ധിപരവും കൃപ നിറഞ്ഞതുമായൊരു തീരുമാനമെടുത്തു. എന്താ, എനിക്ക് പ്രൊഡ്യൂസർ ഈ ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു വൈദികനെ, പല വൈദികരെ ഇവിടെ ഒഫീഷ്യലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഈ കാലത്ത് സംഭവിച്ച ശുശ്രൂഷയ്ക്കുള്ള സഭയുടെ കൂട്ടായ്മയുടെ വലതുകരം നീട്ടിത്തന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയത്തില്ലേ. ഞാൻ കേപ്പായിടത്ത് വന്നപ്പോൾ കേപ്പായി എനിക്ക് കൂട്ടായ്മയുടെ വലതുകരം നീട്ടിത്തന്നു. അത് തന്നെയാണ് സഭ ചെയ്തത്. കൂട്ടായ്മയുടെ വലതുകരം നീട്ടി തന്നുകൊണ്ട് അനേകം വൈദികരെ ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കി, അനേകം സമർപ്പിതരെ ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കി. നിങ്ങളെല്ലാവരും ലോകം എങ്കിൽ ഇത്രയും ഉണ്ടെങ്കിലും ഇതിന് യഥാർത്ഥ പ്രവർത്തകർ അൽമേനികളാണ്. അവൈദികരും ഫുൾ ടൈം സമർപ്പിതരല്ലാത്ത കുടുംബജീവിതക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ നേരവകാശികളെന്ന് പറയണത്. അവരാണ് 38 കൊല്ലമായിട്ട് 38 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അവരാണെങ്കിലും ഇതിൻ്റെ ഫുള്ളായിട്ട് കമ്മിറ്റ് ചെയ്യുകയും പുതിയൊരു തലമുറ, പഴയ തലമുറ അവരുടെ ജോലി പൂർത്തിയാക്കി കുറച്ച് പേര് പിരിഞ്ഞു പോയപ്പോഴും മരിച്ചു പോയപ്പോഴും ഒക്കെ പുതിയ ആൾക്കാർ വന്നത് ലോകവ്യാപകമായ രീതിയിൽ കൃപാസനത്തിന് പ്രേക്ഷിതർ വന്നു. ഇപ്പോൾ എന്നോട് ചിക്കാഗോയിലൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ പത്രത്തിൻ്റെ PDF മാത്രം അയച്ചു തന്നാൽ മതി, ഞങ്ങൾ അവിടെ പ്രിൻ്റ് ചെയ്തോളാം, ഞങ്ങളത് പ്രചരിപ്പിച്ചോളാം. പുതിയ പ്രേക്ഷകർ വന്നപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇത്ര കണ്ട് ശക്തമായ രീതിയിൽ അമ്മ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷികൾ നോക്കുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സത്യസന്ധതയും എല്ലാം ജനങ്ങളുടെ അനുഭവത്തിലാണ് ഇന്ന് ആയിരക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളായി മാറി. ജോസഫച്ചനാണ് കണ്ടതെങ്കിലും ഞാനാണ് കണ്ടതെങ്കിലും ഇപ്പോഴ് 10,000 കണ്ടതുപോലെ അവർക്ക് അമ്മ പ്രത്യക്ഷപ്പെടുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്ത്. ചിക്കാഗോ പിതാവ് ജോയി ആലപ്പാട്ട് തിരുമേനി അദ്ദേഹത്തിൻ്റെ കത്തീഡ്രലിൽ കൃപാസനം മാതാവിനെ പ്രതിഷ്ഠിച്ചു. അത് നിസ്സാര കാര്യമല്ലത്, വലിയ കാര്യമാണ്. അവിടെ ഒരു കൂട്ടായ്മ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് കൃപാസനം നൊവേന നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കൃപാസന മാതാവിനെ പ്രതിഷ്ഠിക്കുന്നത് ഒരു തീർത്ഥാടനത്തിൻ്റെ പ്രചരണമല്ല, മറിച്ച് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നോട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 10:8 സൂചി കാണിക്കുകയും ചെയ്തു. ഇന്ന് ഇവാഞ്ചലിസ്റ്റുകളെല്ലാം ലോകവ്യാപകമായ രീതിയിൽ ഇപ്പോഴത്തെ യുദ്ധത്തെ വിലയിരുത്തുന്നുണ്ട്. അന്ത്യകാലത്തിൽ ലക്ഷണമായിട്ടാണ് അവർ അതിനെ വിലയിരുത്തുന്നത്. അത് കാത്തലിക് വ്യൂ പോയിൻ്റ് ഇതുവരെക്കും വരാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒത്തിരിയേറെ കടക്കണമെന്നില്ല. പക്ഷേ അന്ത്യകാലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇവാഞ്ചലിസ്റ്റുകളും കാത്തലിസ്റ്റുകളും ഒരേ അഭിപ്രായമാണ്. കാര്യം അത് ദൈവവചനത്തിൻ്റെ പൊതു വെളിപാടിൻ്റെ ഭാഗമാണ്. അന്ത്യകാലം എപ്പോഴാണെന്ന് മാത്രമേ നമുക്ക് ഒരു വിവേചനം അധികാരം സഭയ്ക്കുള്ളത്. അത് സഭയുടെ വിവേചന അധികാരമാണ്. അത് പണ്ഡിതരാണ് പ്രാർത്ഥിക്കുന്ന, അത് ഔദ്യോഗിക സഭയാണ് അത് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലും അന്ത്യകാലത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മാതാവ് സിൽവർ ഗ്രേയിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇടിപ്പുക, യുദ്ധം നടക്കുന്ന, ബോംബ് വീഴുന്ന എല്ലാ സ്ഥലങ്ങളിലും ആകാശം ഈ നിറമാണ്. ക്ലൈമറ്റ് ചേഞ്ചിലൂടെ വന്നിരിക്കുന്ന അന്റാർട്ടിക്ക മുതൽ യൂറോപ്പും ഭൂഖണ്ഡങ്ങളെല്ലാം വന്നിരിക്കുന്ന പുകയും ന്യൂനമർദ്ദവും എല്ലാം ഈ കളറാണ് ശരിക്കും. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് സഭയാണത് പറയേണ്ടത്. എനിക്കത് പറയാൻ പറ്റത്തില്ല, അധികാരമില്ല. അധികാരം ദൈവം കൊടുത്തിരിക്കുന്ന സഭയ്ക്കാണ്, അതിന് അപ്പോസ്തലിക സംവിധാനങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരത് പഠിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം,
പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുസ്ലിംസ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഹിന്ദുസ് പ്രാർത്ഥിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്നുണ്ട്, നോൺ കാത്തലിക്സ് പ്രാർത്ഥിക്കുന്നുണ്ട്, CSIക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, പെൻഡക്കോസ്റ്റൽസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യന്മാർ മുഴുവനും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലുണ്ട്. അത് ഞാൻ കണ്ടെത്തുന്ന ഒരു പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ സഭയിൽ ഒത്തിരിയേറെ പ്രാർത്ഥന ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മനുഷ്യരാശിയുടെ എല്ലാ പരിച്ഛേദങ്ങളിലുമുള്ളവരെ ഒരേ ഒരു പ്രാർത്ഥന ചെല്ലണത് എന്താണ്? സഭ ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം? അത് അതിൻ്റെ സത്യാവസ്ഥകൾ ലോകത്തോട് പറയണം. എന്നിട്ട് കൃപാസനത്തിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ലോകവ്യാപകമായ രീതിയിൽ മനുഷ്യരാശി ദുരന്തമുണ്ടാകാൻ പോണ്. പ്രാർത്ഥന മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ശാസ്ത്രീയ പരിഹാരം മങ്ങുമ്പോഴാണ് പ്രാർത്ഥന. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ എന്താണ്? മെരിട്ടാണത്. മെരിട്ട് യോഗ്യതയാണ്, നമ്മുടെ ബുദ്ധിയുടെ യോഗ്യതയാണത്. പക്ഷേ ചിലത് ബുദ്ധിയുടെ യോഗ്യത നിലനിൽക്കത്തില്ല. ബൈബിൾ വർക്കൗട്ട് ചെയ്യണം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. ആര് പ്രാർത്ഥിക്കണം? ദൈവമായിട്ട് ഉടമ്പടിയിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ജീവിതം നീക്കി വച്ചിരിക്കുന്ന ഒരു വിശുദ്ധ സമൂഹമാണ് പ്രാർത്ഥിക്കേണ്ടത്. കാര്യം വഴിയെ പോകുന്നവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ദൈവം കേൾക്കണമെന്ന് നിർബന്ധമില്ല. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുള്ളവരുണ്ട്. ജീവിതം കൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാം, അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം, അവൻ്റെ വചനങ്ങൾ മക്കളോട് കൈമാറിക്കൊള്ളാം, അവൻ്റെ നാമത്തിൽ ഞാൻ രോഗികളെ ശുശ്രൂഷിച്ചു കൊള്ളാം. അങ്ങനെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുമ്പോൾ ആ സാക്ഷിക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാനുള്ള കപ്പാസിറ്റി കൂടും. അങ്ങനെ സാക്ഷികളുടെ എണ്ണം ഓരോ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഉടമ്പടി പരിഹാരമാണെന്ന് 24 മണിക്കൂർ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളും നാം ലോകം മുഴുവനും ഇപ്പോൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം പറയണത് എന്താണ്? നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ആ ദൈവത്തെ അനുഭവേദ്യമാണ്, സ്പർശ്യമാണ്. ആ ദൈവത്തിനെ മാത്രമേ ആത്യന്തികമായി ലോകത്തെ സംരക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് പ്രാർത്ഥനാ പടയാളികളുടെ എണ്ണവും സമൂഹവും പെരുകണം. എണ്ണത്തിലും ഗുണത്തിലും അത് നിലവാരമുള്ളതാകണം. അങ്ങനെ എണ്ണത്തിലും ഗുണത്തിലും നിലവാരമുള്ള ഒരു വിശുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ പ്രക്രിയ വല്ലാത്ത ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദൈവവിളിയാണ്. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയെ പറ്റിയ യോഗ്യമായൊരു സമൂഹത്തെ ദൈവം ക്രമീകരിച്ചെടുത്തിരിക്കുകയാണ്. അത് ലോകം മുഴുവനും ഉണ്ട്. ഇപ്പോഴ് എല്ലായിടത്തും കൊണ്ടുപോയി ചെല്ലുമ്പോഴും പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്ന ഒരു സമൂഹത്തെ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ എല്ലാം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇപ്പം നിങ്ങളുടേത് ഒരു പർട്ടിക്കുലർ വിഷയമാണെങ്കിലും നിങ്ങളത് ഉടമ്പടിയിൽ വെച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിഷയമായിട്ട് മാറും. നിങ്ങളുടെ ഉടമ്പടിയുടെ ഒരു ഭാഗം നിങ്ങളുടെ ആവശ്യവും ഒരു ഭാഗം ദൈവത്തിൻ്റെ ആവശ്യവുമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു ഭാഗം ദൈവത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് വണ്ടിക്ക് മുമ്പിൽ കെട്ടിരിക്കുന്ന കുതിര പോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് പരിഹാരമായി മാറുന്നതിൻ്റെ കാരണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ദൈവത്തിൻ്റെതാണ്. എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആവശ്യം അമ്മയിലൂടെ വെളിപ്പെടുത്തിയിട്ട് നമ്മൾ ആ ദുരന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള പ്രത്യക്ഷീകരണ സംവിധാനങ്ങളെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ സന്ദേശത്തെ കൈമാറുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ആവശ്യമായിട്ട് വരും. പക്ഷേ നമുക്ക് വീടില്ല, ജോലിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല എന്ന് പറയുന്ന ജീവിത ആവശ്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ പകുതി ഭാഗം നമ്മുടേതും പകുതി ഭാഗം ദൈവത്തിൻ്റെതാണ് ഉടമ്പടിയിൽ വരണത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗം നിങ്ങൾ ക്രമീകരിക്കാൻ പറയുമ്പോഴാണ് ഉടമ്പടി പെട്ടെന്ന് ഫയറാകുന്നതിൻ്റെ കാരണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗം ഒന്നും ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ഭാഗം മാത്രം ചെയ്യുന്നതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉടമ്പടി ശരിക്കും ഡൗൺ ആയി പോകുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് കാർക്കസ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ഭംഗിയായിട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിൽ സമയം എനിക്ക് പ്രധാനപ്പെട്ട വിഷയമാണ്. സമയം ദൈവത്തിനും പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് പട്ടം കിട്ടിയ കാലത്ത് കർത്താവിനോട് പറഞ്ഞത് സമയമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനൊരു തുള്ളി പോലും സമയം ഇന്നുവരെ കളഞ്ഞിട്ടില്ല. എനിക്ക് 8 മണിക്കൂർ ഞാൻ 6 മണിക്കൂർ ഉറങ്ങും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 7 മണിക്കൂർ ഉറങ്ങില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 7 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. എന്താ പ്രശ്നം? ബാക്കിയുള്ള സമയം മുഴുവനും കർത്താവിനെ കൊടുക്കാൻ വേണ്ടി നോക്കും. അത് ചരിത്രം കൊണ്ടാകാം, സംസ്കാരം കൊണ്ടാകാം, കലകൾ കൊണ്ടാകാം, സുവിശേഷ പ്രഭാഷണം കൊണ്ടാകാം, സാഹിത്യം കൊണ്ടാകാം. ദൈവം തന്നിട്ടുള്ള എല്ലാ ടാലൻറ്റുകളെയും ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാ സമയത്തിൽ അതിനെ പെരുക്കാൻ നോക്കി. അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന അച്ഛന്മാർക്ക് അറിയാൻ പറ്റും.
അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, അവരോട് ഞാൻ എപ്പോഴും പറയും, സമയം സൂക്ഷിക്കണമെന്ന് പറയും. എന്താ കാര്യം? സമയം ദൈവത്തിൻ്റെതാണ്, നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവം തന്നതല്ലേ നമുക്ക്. ദൈവം തന്നതിനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ച് പെരുക്കാൻ പറ്റും. ദൈവം തന്ന സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പെരുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് സമയം കെടുത്തിക്കളയാനും പറ്റും നമുക്ക്. അപ്പോൾ അത് വലിയ മാരകമായ പാപമാണ് ശരിക്കും. കാര്യം ദൈവം ദൈവം തന്ന സമയത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് മാത്രമേ ഞാൻ അച്ഛന്മാർക്ക് ഇത് സ്നേഹ ഉപദേശമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവർ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുകയായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ എനിക്കിപ്പോഴും ക്ലിൻ്റൺ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ കുർബാന കയറണത്. കാര്യം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓൺ ചെയ്തെടുക്കുമായിരുന്നു പല രീതിയിൽ. ഈ അലക്സും അതുപോലെ തന്നെ. അലക്സിനൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ സുന്ദരമായ രീതിയിൽ കൊണ്ടുപോകും. പിന്നെ അലക്സ് ഇപ്പോൾ ഒരു ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ പവർഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അലക്സാണ്ടർ, അതുപോലെ പ്രഭു അച്ഛൻ, അതുപോലെ ജോബിനച്ഛൻ, അതുപോലെ തന്നെ അപ്പു അച്ഛൻ ഏറ്റവും അവസാനം പോയ, ഇവരെല്ലാവരും ഇതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡീക്കൻ ആൽബിൻ, 4 ഡീക്കന്മാർ, അത് പിതാവിൻ്റെ ഏറ്റവും ടോപ്പ് തീരുമാനങ്ങളിലൊന്നാണ് ഡീക്കന്മാരെ കൃപാസനം പരിചയപ്പെടുത്തി കൊടുത്തതെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസിൻ്റെയും കൃപയുടെയും ഒരു ഭാഗമാണത്. കാര്യം അതൊരു നല്ല തീരുമാനമാണ്, സ്വന്തമായിട്ട് പിതാവ് എടുത്ത തീരുമാനമാണ്. പക്ഷേ തീരുമാനം കറക്റ്റാണ്. ഡീക്കന്മാരിവിടെ വരുമ്പോൾ അവർ വിചാരിച്ചത് ഒരു കരിസ്മാരി ധ്യാന കേന്ദ്രം എന്നാണ് എല്ലാവരും പുറത്തുനിന്ന് വിചാരിക്കുന്നത്. ഇത് കരിസ്മാരി ധ്യാനമല്ല, ഇത് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ കേന്ദ്രമാണെന്ന് അടുത്ത് വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. പക്ഷേ ശുശ്രൂഷ ഇത്തിരി കഠിനവുമാണ്. കാര്യം പകരെല്ലാം ഇവർ ഓക്യുപ്പൈഡാണ്. 6 മണിക്ക് ശേഷമേ ഞങ്ങൾക്ക് ഇത്തിരി ഫ്രീ ഉള്ളൂ. അത് മിക്കവാറും പ്രാർത്ഥന ടൈമാണ്. അവിടെയും ഒരു റെക്രിയേഷൻ്റെ ടൈമൊന്നും വരുന്നില്ല ശരിക്കും. പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളും ഹോംവർക്കുമായിട്ട് മാറും, അവരവരുടെ രീതിയിൽ പോവും. എങ്കിലും ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ എങ്ങനെ നമ്മളിവിടെ എത്തി, എങ്ങനെ നിങ്ങളിവിടെ എത്തി, അതൊക്കെ നിസ്സാരമല്ല. നിങ്ങൾ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരപ്പം വറ്റിക്കും ദൈവം. എന്താ കാര്യം? അതിനുള്ള നിർബന്ധിതമായ സ്വർഗത്തിൻ്റെ സംവിധാനമാണ് കൃപാസനം. ലക്ഷങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് സൗഖ്യം പെട്ട് അവരുടെ കടമോ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളോ, അവർക്ക് തൊഴിൽപരമായ പ്രശ്നങ്ങളോ സർവീസ് പ്രോബ്ലംസോ അതേ മക്കളില്ലാത്ത അവസ്ഥകളോ എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കൈകാര്യം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തോന്നി ഇതെന്താ ഒരു അതിശയ കേന്ദ്രമാണ്, ഇതൊരു അനുഗ്രഹ കേന്ദ്രമാണ് എന്ന് ആ ഒരു ധാരണയാണ് പബ്ലിക്കിനുള്ളത്. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഇതൊരു അതിശയ കേന്ദ്രമല്ല, ഇതൊരു അനുഗ്രഹ കേന്ദ്രമല്ല, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എന്തോ ഒരു സ്ഥലമാണ് ഇതെന്നല്ല. ഇത് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ്. ആൾക്കാർ പുറത്ത് അത്ഭുതങ്ങളാണ് കാണുന്നത്, അത് അതിൻ്റെ ഇഫക്റ്റ് മാത്രമാണ്. അതിൻ്റെ കോസ്റ്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ കോസ്റ്റ് കവനൻ്റാണ്. എന്താണ്? ദൈവമായിട്ട് മനുഷ്യന് ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മോട് കൂടെയുള്ള ദൈവത്തിനെ നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്ന വലിയ സ്വർഗീയ രാസപ്രക്രിയ നടക്കുന്ന, ഊർജ്ജ പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ്. രാസപ്രക്രിയയല്ല, ഒരു ഊർജ്ജ പ്രക്രിയയാണ് നടക്കുന്നത് ഇവിടെ, ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഉടമ്പടിയെടുത്ത് ബലം പ്രാപിച്ചിരിക്കുന്നത്, ഉടമ്പടിയെടുത്ത് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കണത്. അപ്പോൾ അത് അവരുടെ ബുദ്ധിയും ബോധവും ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ഉൾക്കാമ്പുകൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യണത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉടമ്പടിയൊന്നും ഒരിക്കലും, അതായത് തക്കതായ കാരണങ്ങളില്ലെങ്കിൽ ഇവിടെ വരാതിരിക്കണമല്ല പ്രശ്നം. ഉടമ്പടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ചൈതന്യം മാത്രം മതി. ആ ചൈതന്യത്തിൽ ഉടമ്പടി, നിങ്ങൾ മരണം വരെ ഉടമ്പടി തുറന്ന് ജീവിക്കണം. വല്ലപ്പോഴും വന്ന് അമ്മയെ കാണുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ എപ്പോഴും ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാത്ത കാരെ കെട്ടിയിടേണ്ട ആവശ്യം കൃപാസനത്തിനില്ല. ഇവിടെ കൃപാസനത്തിനുള്ളതെന്ന് വെച്ചാൽ മനുഷ്യർ ഉടമ്പടിയുടെ ചൈതന്യത്തിൽ ദൈവമായിട്ട് ജീവിക്കണം. ഇനി ആലപ്പുഴ വരണില്ല, കേരളത്തിൽ വന്നില്ലെങ്കിൽ പോലും മനുഷ്യന് ഉടമ്പടിയായിട്ട് ജീവിക്കണം. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം നമ്മുടെ കൂടെയാണ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ. ഒരിക്കലും ഞാൻ ഈജിപ്തിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, ഈജിപ്തിൽ ഞാൻ ഇസ്രയേലിൽ പോയ ദിവസങ്ങളിലെല്ലാം 10 ദിവസം ഞാൻ ജപമാല ചൊല്ലും. 24 മണിക്കൂർ എന്ന രീതിയിൽ ഉറങ്ങണ സമയത്ത് ഒഴിച്ചു ബാക്കിയെല്ലാം ഇസ്രയേൽ താമസിച്ചിരുന്ന ഈശോയുടെ ഓരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോയി കുമ്പിട്ട് ആരാധിക്കുകയും കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ പതിഞ്ഞ സ്ഥലങ്ങളെല്ലാം എനിക്ക് ദൃഢനിശ്ചയം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം കുമ്പിട്ടിട്ടുണ്ട്. കർത്താവ് ആദ്യമായിട്ട് വചനം തുറന്ന കഫർനാമിൻ്റെ ആ സിനഗോഗിൻ്റെ മുകളിൽ മേൽത്തട്ടി പോലും ഇല്ല, നേരെ ചൂട് താഴേക്കടിക്കും. എനിക്ക് ചൂടടിച്ചാൽ അപ്പം പനി വരും.
പക്ഷേ എന്നിട്ട് ഞാൻ അവിടെ 3/4 മണിക്കൂർ കർത്താവ് നിന്ന് സുവിശേഷം വായിച്ച് ആദ്യമായിട്ട് വായിച്ച സ്ഥലത്ത് ഞാൻ എൻ്റെ തല മുട്ടിച്ചിട്ട് 3/4 മണിക്കൂർ അവിടെ കിടന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ദൈവത്തിന് തോന്നാൻ നമ്മൾ സീരിയസ് ആണെന്ന്. ഇവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. ഒക്കണേ കിട്ടിയാൽ കൂട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പലപ്പോഴും നിസ്സാരമായിട്ടാണ് ദൈവകാര്യങ്ങൾ എടുക്കണതുകൊണ്ടാണ് എനിക്ക് ദൈവാനുഭവം ഉണ്ടാകാത്തത്. അല്ല വേറെ കാര്യമൊന്നുമില്ല. ഉടമ്പടി ഹോംവർക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്നാണ് ഉടമ്പടിയിൽ സത്യം പറഞ്ഞ് അതിനെ സത്യസന്ധമായിട്ട് സമർപ്പിതരാകുന്നത് ആ സമയത്ത് ദൈവം ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാകും. ദൈവത്താനുഭവത്തിന് ഒരു പഞ്ഞവുമില്ല, ദൈവാനുഭവത്തിന് ഒരു പഞ്ഞവുമില്ല. ആരാണ് ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ആ സമയത്ത് ദൈവം സീരിയസ് ആയിട്ട് നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോൾ ഞാൻ ഈ 10 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി ഈജിപ്തിൽ ഒരു ഹോട്ടലിൽ കിടന്നുറങ്ങുമ്പോൾ 3 മണിയായപ്പോൾ വെളുപ്പിന് അമ്മ വന്നിട്ട് 4 കൈ വരെ അമ്മയും കുറേ ആൾക്കാരും കൂടിയാണ് വന്നത്. ആൾക്കാരെ ആരെങ്കിലും ഞാൻ ഇപ്പോൾ ഓർക്കണില്ല, നിഴല് പോലെ തോന്നിയത്. അമ്മയെ മാത്രമേ കറക്റ്റ് കണ്ടുള്ളൂ. അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഞാൻ കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട്, എനിക്ക് ഉറക്കമില്ല, ഉറക്കം കഴിഞ്ഞുണ്ട്, ഉറക്കം തെളിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പോൾ വന്നിട്ട് അമ്മ ഇങ്ങനെ വായിൽ കൊണ്ടുവന്ന് 4 വിരലിടും. ഇപ്പോൾ ഞാൻ അമ്മയുടെ കയ്യെ പിടിക്കും, നല്ല പതുമയുള്ള ഭംഗിയുള്ള കൈ പിടിക്കുമ്പോൾ തന്നെ എന്താ എൻ്റെ തുപ്പൽ അമ്മയുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യെ പിടിക്കണം. പക്ഷേ അമ്മ വയ്യിലോട്ട് കയ്യിലിടും. കൈ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേർ കിടക്കും. അതിലൊന്ന് വിജയന പുണ്യാളനും മറ്റേ പുണ്യാളനും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ പുണ്യാളൻ ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വചനമെടുത്ത് എന്തുകൊണ്ടാണ് അമ്മ രാത്രി വായിൽ വന്ന് കൈയിട്ടെന്ന് നോക്കിയപ്പോൾ നിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം കിട്ടി. അന്ന് മുതലാണ് അടയാളങ്ങൾ കൂടിയത് കൃപാസനത്തിൽ. നിൻ്റെ പ്രസംഗങ്ങളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പഞ്ഞമില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെ അല്ല തേടുന്നത്. നിങ്ങൾ IELTS പാസ്സാകണം, PR കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വയറ്റിപ്പഴപ്പാണ് തേടുന്നത്. വയറ്റിപ്പഴപ്പ് തേടിക്കോ, പക്ഷേ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അത് നീതിയെക്കുറിച്ച് അന്വേഷിക്കണം. ബാക്കിയുള്ളതാണ് ചേർത്ത് നൽകണത്. അല്ല ചേർത്ത് നൽകാൻ പോണ കാര്യത്തിന് ഓവർ പ്രാധാന്യം കൊടുത്താൽ അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ദൈവം സംരംഭ്യമാകും. ഇത് മാത്രമല്ല, അവൻ അമർത്തി കുരുക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറയണത് എന്താണ്? ചൊരിയണതാണ് നമ്മൾ കൃപാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണത്, ഈ വായിൽ കൈ ഇട്ടതിന് ശേഷമാണ് പ്രസംഗങ്ങളും വേറെ രീതിയിലേക്ക് മാറി അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കാൻ തുടങ്ങിയത്. അതെല്ലാം വചനമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വചനം നോക്കിയാൽ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പരിശുദ്ധ കുർബാന സീരിയസ് ആയിട്ട് നമ്മളെടുത്ത് ഉൾക്കൊണ്ടാൽ പരിശുദ്ധ കുർബാനയോടെ ദൈവം നമ്മോട് സംസാരിക്കും. നിങ്ങൾ പ്രാർത്ഥനയെ സീരിയസ് ആയിട്ട് എടുത്താൽ പ്രാർത്ഥനയോടെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന് പഞ്ഞമില്ല, ദൈവ സാന്നിധ്യത്തിനും പഞ്ഞമില്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധ വൃത്തിമനയും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പണ്ടും അങ്ങനെയാണ്, ചെയ്യണ കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യും, വളരെ സീരിയസ് ആയിട്ട് ചെയ്യും. അതിനകത്ത് ഇത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും വന്നടുത്ത് വെച്ച് ദൈവം കണ്ടോളൂ എന്ന് ഞാൻ കാണുമെന്നല്ല, അപ്പോൾ അഹങ്കാരമാകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്നടുത്ത് ഇപ്പോൾ ഞാൻ കടലിൽ 10 കൊല്ലം പോയി കൺവെൻഷൻ നടത്തിയ ആളാണ്. അപ്പോൾ 10 കൊല്ലം എന്നോട് പറഞ്ഞ് കടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കടലിൽ പോയി 1 കൊല്ലമല്ല 10 കൊല്ലം പോയി. കുഞ്ഞു വെള്ളം എടുത്ത് വലിയ വെള്ളത്തിൽ. അപ്പോൾ തങ്കച്ചാനും പീറ്ററും അവരൊക്കെ ഇന്ന് ആൻ്റണി ചേട്ടൻ സണ്ണി അവരെല്ലാം എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അന്ന് അവരാണ് മേൽക്കൈ എടുത്ത് അത് ചെയ്തിരുന്നത് 10 കൊല്ലം. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൊച്ചു വെള്ളത്തിൽ എൻ്റെ കൂടെ അവരും വരും. അപ്പം ഞങ്ങൾ ഓരോ വെള്ളം ഇപ്പം ചില വെള്ളത്തിൽ ചെല്ലുമ്പോൾ അവിടെ പാതാ പറയും ഇവിടെ കുമ്പസാരിക്കാത്ത ആളുണ്ടെന്ന് പറയും. പക്ഷേ അവരെല്ലാവരും അരയന്മാരും മറ്റ് അക്രൈസ്തവരൊക്കെ ആയിരിക്കും. അതിൻ്റെ അകത്ത് കത്തോലിക്കരുണ്ടെങ്കിൽ കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? അതേ കൊച്ചു വെള്ളത്തിൽ നിന്ന് വലിയ വെള്ളത്തിൽ കയറണത് എന്നെപ്പോലുള്ള ഒരാളിന് പാടാണ്. കാര്യം കാറ്റ് പിടിച്ചിട്ട് ലോഹയുടെ കാറ്റ് കയറിയിട്ട് ഇങ്ങനെ പാമരം പോലെ നിൽക്കും. നമ്മൾ പിടിച്ച് കയറുന്ന സമയത്ത് കൈ തെറ്റിപ്പോയാൽ നമ്മൾ കടലിൽ വീഴും. എന്നിട്ടെന്താ അങ്ങനെ ചെയ്യണത്? അങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് വിഷയം. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ശുശ്രൂഷ ഇവിടെ തീരുകയാണ്, നീ ഇവിടുന്ന് കടലിൽ നിന്ന് പോരാൻ പറഞ്ഞു. ഞാൻ ഉടനെ ആരോടും തങ്കച്ചാനോടൊക്കെയാണ് അന്ന് റിട്ടേൺ വയസ്സായിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചില കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ആ ശുശ്രൂഷയുടെ ഒക്കെ ദൈവം ഏൽപ്പിച്ച് അങ്ങനെ ഇടുന്നത്. ഈ ശുശ്രൂഷ ഇപ്പോൾ വേറെ ശുശ്രൂഷയാണ്, കടലൂർ മിഷൻ. അപ്പോൾ അങ്ങോട്ട് ഞാൻ അങ്ങനോട് പോലും ചോദിക്കാതെ ഞാൻ അനൗൺസ് ചെയ്ത് അടുത്ത കൊല്ലം കടലോരം ഉണ്ടാകത്തില്ല, കടലിൽ നിന്ന് കയറാൻ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അത്രേ ഉള്ള കാര്യം.
ഞങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ ഇവിടെ കൊണ്ടുവന്ന് 3-4-5 കാറ്റാടി കമ്പ് 2000 കുഴിച്ചിട്ട് ഒരു ടർപ്പുള വലിച്ചു കെട്ടി. അതിന് 10, 20, 25 പേരുണ്ടായിരുന്നു. ആ ശുശ്രൂഷയിൽ നിന്ന് ലോകവ്യാപകമായിട്ട് വ്യാപിച്ചത്. എന്ന് വെച്ചാൽ ദൈവം ഓരോരോ കാലത്ത് നമ്മളെ നയിക്കുന്നത് ഞാനങ്ങനെ ആലോചന ചെയ്യത്തില്ല. ബൈബിളിലുണ്ട് മാംസ രക്തങ്ങളോട് അധികം ആലോചന ചെയ്യാൻ പാടില്ല. കാരണം ദൈവ നിശ്ചയവിശുദ്ധമാണെങ്കിൽ അത് ദൈവമാണ് ചെയ്യേണ്ടത്, ദൈവമാണത് പൂർത്തിയാക്കേണ്ടത്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ദൈവമാണ്. കാര്യം നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇതിനകത്ത് വ്യക്തിപരമായ ആളുകളെയോ അല്ലെങ്കിൽ പണസമ്പാദനമോ അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അല്ല കണ്ടു നിൽക്കുന്നവർക്ക് കാശുണ്ടാക്കുന്ന പരിപാടിയാണെന്ന് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യം മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആരെ എന്തെല്ലാം പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? എന്നെ ഏൽപ്പിച്ച ജോലി ഈശോ പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്താണ് ചെയ്തത്? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. അതാണ് ഈശോ മരണസമയത്തിന് മുമ്പ് പറയണത്. അപ്പോൾ ഏൽപ്പിച്ച ജോലിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് കോംപ്രമൈസ് ഇല്ലാതെ പൂർത്തിയാക്കിയിരിക്കും, ഒരു ഒത്തുതീർപ്പുമില്ലാതെ പൂർത്തിയാക്കിയിരിക്കും. എന്നാൽ പൂർത്തിയാക്കിയതിന് ശേഷം വളരെ സൗമ്യതയോടെ പെരുമാറത്തുള്ളൂ എല്ലാ മേഖലകളിലും. പക്ഷേ ഏൽപ്പിച്ച ജോലിക്ക് കോംപ്രമൈസ് വെക്കത്തില്ല. അതുപോലെ നിങ്ങളും പ്രേക്ഷിതരെ, ഇപ്പം നിങ്ങൾ ജോലി ചെയ്യണേ, ഒരു പത്രം കൊടുക്കണതാണ്, അപ്പോൾ അത് സ്നേഹത്തോടെ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ വല്ലപാട് ഇത് കൊടുത്തു തീർക്കണമില്ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളെ കുത്തിയിരുന്ന പത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രേക്ഷിതരുണ്ട്. പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞാലും പത്രം, കർത്താവേ 18 പത്രമുണ്ട്, ഇത് കൊടുക്കണവർക്കെല്ലാം കർത്താവിൻ്റെ കൃപ നിറയാൻ ഇടയാക്കണം. കർത്താവേ എൻ്റെ കണ്ണയക്കണമ്പോൾ ഇപ്പോൾ 10,000 പേര് നിന്നെ അറിയാൻ ഇടയാക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂവി പ്രാർത്ഥിച്ചിട്ടാണ് ചില ആൾക്കാർ പത്രം കൊണ്ടേ കൊടുക്കണത്. ചില ആൾക്കാർ പത്രം കൊടുക്കണത് പോയി തുലച്ച് ഇത് എവിടെ കൊണ്ട് കൊടുക്കാനാണ്. വല്ലൊരു പറയുക, നാട്ടുകാർ തോന്നിയ ദിവസം പറയുക പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ അവർ പ്രേക്ഷിതരല്ല. ശരിക്കും പറഞ്ഞാൽ അവർ പ്രേക്ഷിതരല്ല. പ്രേക്ഷിതരെന്ന് പറയണത് ആത്മഭാരം ഉണ്ടാവും. കർത്താവിന് 10 മനുഷ്യർ, ഞാൻ എൻ്റെ അവസ്ഥ എന്തായാലും കർത്താവ് ജീവിച്ചിരിക്കണേക്കാളും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നിറവേറും, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. പക്ഷേ ദൈവം പറഞ്ഞ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. ജോലി പൂർത്തിയാക്കണത് പ്രശ്നമാണ്. അതാണ് ജോലി ചെയ്യണമെന്നല്ല, പൂർത്തിയാക്കണം. ഏൽപ്പിച്ച ജോലി എന്തുമാത്രം ഉണ്ടെന്ന് അത് പൂർത്തിയാക്കണം. ഓരോ നിമിഷവും ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ അത് പൂർത്തിയാതെ പോലെ ഇരിക്കും. അപ്പോൾ കുരിശിൽ മരിക്കുമ്പോഴും 33 വയസ്സായി ഉള്ളു. പക്ഷെ കർത്താവ് പറഞ്ഞു എല്ലാം പൂർത്തിയായെന്നാണ് പറഞ്ഞത്. അതെല്ലാം പൂർത്തിയായി. എന്താണ്? ഒരു നിമിഷം ആ 33 വയസ്സാണ് കൊടുത്തെങ്കിലും ആ 33 വയസ്സിൽ ചെയ്യാനുള്ളത് മാക്സിമം ചെയ്ത് പൂർത്തിയാക്കി കളഞ്ഞു. അതുകൊണ്ട് പൂർത്തിയാക്കാതെ ഒന്നും പോകരുതാരും. ദൈവം നമ്മളെക്കൊണ്ട് ഈ ഭൂമി നമുക്ക് നൽകുമ്പോൾ ദൈവം പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ നീ പൂർത്തിയാക്കണം. നീ ഭർത്താവാണ്, ആ ജോലി പൂർത്തിയാക്കണം. ചിലപ്പോൾ ഭാര്യയുടെ സ്നേഹം കിട്ടിയെന്ന് വരത്തില്ല, നീ കഷ്ടപ്പെടുന്നത് മക്കൾ കണ്ടില്ലെന്നും വരത്തില്ല. പക്ഷേ അതൊന്നും നമുക്ക് ബാധ്യതയില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. നീ ഒരു ഭാര്യയാണ്, ഭർത്താവ് നിന്നെ വേണ്ട, നിൻ്റെ കഷ്ടപ്പാടും പകലും രാത്രി നീ കഷ്ടപ്പെടുന്ന നടുവൊടിയണമെന്നും ഭർത്താവ് കാണുന്നില്ല, അയാൾ ചിലപ്പോൾ മാനിക്കുന്നില്ല. നീ 10 കാര്യം നല്ല ചെയ്താലും ആ നന്മ പറയത്തില്ല. നീ ചെയ്യാത്ത കാര്യത്തിന് നിൻ്റെ പേർക്ക് അടുത്ത കയറും. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. അതാ ക്രിസ്തുവിനെ മുൻനിർത്തി മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ. അല്ലാതെ നിങ്ങൾ നാട്ടുകാരെയും മക്കളെയും ഭർത്താവിനെയും ഭാര്യനെയൊക്കെ ഒപ്പിച്ച് പോയാൽ ഒരു കാലത്ത് പൂർത്തിയായിട്ട് നമുക്ക് തോന്നത്തില്ല. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ കറക്റ്റായിട്ട് നിൽക്കുക, ബാക്കിയെല്ലാം ക്രിസ്തു കറക്റ്റാക്കിക്കൊള്ളൂ. അപ്പം അത് നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഞങ്ങൾ ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നത്, ഈ കന്യാസ്ത്രീമാർ സമർപ്പിതരായിരിക്കണത്. കാര്യം ക്രിസ്തു കൊണ്ട് നമ്മുടെ ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ വന്ന് അതിന് ശേഷം ആ സമയത്ത് പിതാവിനെ ഉടനെ വിളിച്ചു. ഈജിപ്തിൽ നിന്ന് വന്ന ഉടനെ എന്നെ ഒരു പള്ളിയുടെ ചാർജ് തന്ന്. ഞാൻ ആ പള്ളി ചാർജ് എടുക്കാൻ ചെന്നപ്പോഴുണ്ട് ആ പള്ളി അടുത്തറ കെട്ടിയിട്ടിരിക്കണം, കുറച്ച് ഉത്തരവിധാനം കെട്ടിയിട്ടുണ്ട്. 1.5 കോടി രൂപ വേണം, എൻ്റെ കാശില്ല. ഞാൻ പറഞ്ഞു ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ഒരിടത്തും പോകത്തില്ല, അത് നമ്മുടെ പോളിസിയല്ല. ഞാൻ എന്തെല്ലാം ചെയ്താലും ആൾക്കാടേക്ക് ഒന്ന് പിരിവെടുക്കാൻ പോകത്തില്ല. ഇവിടെയും പറഞ്ഞിട്ടില്ല, സ്വത്രക്കാഴ്ച പോലും വിളിച്ച് പറയത്തില്ലല്ല, ഒന്നും പറയത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവത്തിൻ്റെ ജോലി ദൈവം ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യാൻ ദൈവം ബാധ്യസ്ഥനാണ്. ദൈവം അത് ചെയ്യും. അതുകൊണ്ട് എനിക്ക് സമ്പത്തിനെക്കുറിച്ച് ഒരു അമിതമല്ല, മിതമായ ഉത്കണ്ഠ പോലും അന്നുമില്ല ഇന്നുമില്ല. ഇതിന് കർണജാതി അടക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിട്ടുണ്ട് 2009. അപ്പോഴും എനിക്ക് ഉത്കണ്ഠയില്ല. ഞാൻ ഒരു പള്ളിയിൽ ജീവിക്കുകയാണെന്ന്. ഇവിടെ ഇവരൊക്കെ പ്രേക്ഷിതരായി ഇവിടെ ജോലി ചെയ്യണത്. അന്ന് ഞാൻ ആരോട് കർണജാതി അടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിരിവിനൊന്നും പോയിട്ടില്ല. അന്നും എനിക്ക് ഉത്കണ്ഠയില്ല, ഇന്നും ഉത്കണ്ഠയില്ല. എന്താ കാര്യം? നമുക്ക് ബോധ്യമുണ്ട് കർത്താവ് ഏൽപ്പിച്ച ജോലിയാണ്, ദൈവം ഇതിന് സംവിധാനം കണ്ടെത്തുമെന്ന്. അത് തന്നെയായിരിക്കണം നിങ്ങളുടെയും ലക്ഷ്യം. ആ പള്ളി വന്ന് നോക്കിയപ്പോഴാണ്, ആ പള്ളി ചാർജ് എടുത്ത് നോക്കിയപ്പോൾ രൂപക്കൊണ്ടിരിക്കുന്ന ആളെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ദൈവമേ ഈ ആളെയാണല്ല ഞാൻ ഈജിപ്തിൽ വെച്ച് കണ്ടത്, അത് ഔസേപ്പിതാവായിരുന്നെന്ന് മനസ്സിലായത്. കാര്യം നമ്മൾ കാണുന്ന ഔസേപ്പിതാവല്ലേ ഈ പള്ളി ഇരിക്കണത്.
ഈ പള്ളി ഇരുന്ന ഔസേപ്പിതാവാണ് ഈജിപ്തിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ തന്നെ പള്ളി പണിതോളും, എനിക്ക് പ്രശ്നമില്ലെന്ന് മനസ്സിലായി. നിന്നെ ഈ പള്ളിയിലോട്ട് അപ്പോയിൻ്റ് ചെയ്യണമെന്നാണ് ഈജിപ്തിൽ വെച്ച് പറഞ്ഞത്. ഈ ഔസേപ്പിതാവുള്ള പള്ളിയിലേക്ക് അപ്പുറത്ത് വികാരിമാരുടെ മധ്യസ്ഥനാണ് ജോൺ മരിയ വിയാനി. ജോൺ മരിയ വിയാനി വികാരി അച്ഛന്മാരുടെ മധ്യസ്ഥനാണ്. അപ്പോൾ ഈ ഔസേപ്പിതാവുള്ള പള്ളിയിലേക്ക് വികാരിയായിട്ട് നിന്നെ അപ്പോയിൻ്റ് ചെയ്യണമെന്നാണ് ഈജിപ്തിൽ വെച്ച് അമ്മ സ്വപ്നത്തിൽ കാണിച്ചത്. അത് പിന്നെയാണ് തെളിവായത്. അപ്പം നമ്മൾക്ക് നടക്കാൻ പോണ അപ്പം എനിക്ക് മനസ്സിലായി അപ്പോയിൻമെൻറ്റ് പോലും അമ്മയാണ് ചെയ്യണമെന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോയിൻമെൻറ്റ് പോലും ചെയ്യണം. അത് കാര്യം അവരുടെ വരവ് രാത്രി അവരുടെ വരവ് ഭയങ്കരമായിരുന്നു. 3 മണിക്ക് ഒരു രാജകീയമായ രാജ്ഞി വന്നത് വന്നിട്ട് ആധികാരികമായിട്ടാണ് വായിൽ കൈയിടുന്നത്. ആ സമയത്താണ് ഇത് പറയണത്, അപ്പോയിൻമെൻറ്റ്, യു ആർ അപ്പോയിൻറ്റഡ്. ഇതുപോലെ എല്ലാ വിഷയം ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. ഇപ്പം നിനക്കൊരു ഓട്ടിസം കുട്ടിയുണ്ട്, നീ ഒരു അപ്പോയിൻമെൻറ്റായിട്ട് എടുക്കണം, എന്നിട്ട് ആമീൻ പറയണം. അപ്പോയിൻമെൻറ്റിന് ആമീൻ പറയുമ്പോഴാണ് ഈ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിൽ നമ്മളെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പറയണത്, അപ്പോൾ ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് കൃപയാകും. ഞാൻ 5 പൈസ ഒരു വീട്ടിൽ പോകാതെ അത് ആ പള്ളി പണിത് ജനങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങൾ 125 വീട്ടുകാരേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ പൈസ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും. എപ്പോഴാണെന്നറിയാവോ? നിങ്ങളുടെ കിട്ടാക്കടങ്ങളെല്ലാം നിങ്ങൾക്ക് അമ്മ തിരിച്ചു തരുമെന്ന് പറഞ്ഞപ്പോഴുണ്ട്. പിറ്റേ ദിവസം പരിച്ചേരി വന്ന് 4 ലക്ഷം രൂപ തന്ന്. നമ്മൾ പരിച്ചേരി പറയില്ല, എൻ്റെ കാശ് ഞാൻ നേരത്തെ ഇരുന്ന് അച്ഛന് കൊടുത്തതാണ്, എനിക്ക് 8 ലക്ഷം രൂപ കിട്ടാണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് 4 ലക്ഷം ഇന്നലെ കൊണ്ട് ആ പൈസ കൊണ്ടും തന്നു, അതുകൊണ്ട് പള്ളിയുടെ ഓഹരി എന്ന്. പിന്നെ കുറേ ആൾക്കാർ സോഡതിക്ക് വേണ്ടി പോയപ്പോൾ ഒരു മനുഷ്യൻ ചീട്ടെടുത്തേച്ചും പറഞ്ഞ്, സോഡതി എത്ര രൂപ വേണം സോഡതിക്ക്, നിങ്ങൾ എന്തൊക്കെ കൊടുക്കും, ഞങ്ങൾ ബൈക്ക് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു. പള്ളിക്ക് പിരിവിന് പോവുകയാണ് അവർ. സോഡതി പിരിവല്ല, സമ്മാനക്കൂപ്പൺ. സമ്മാനക്കൂപ്പൺ എത്ര രൂപയാണ്? 50 രൂപ. എത്ര ടിക്കറ്റ് എടുക്കണം? സാറിന് ഇഷ്ടമുള്ള എടുത്തോ. സാറെന്നാ പറയണത്, ഞാൻ വന്ന് നിന്ന് ആ പള്ളിക്ക് പെയിൻ്റ് അടിച്ച് തരാം, 4 ലക്ഷം രൂപ. 50 രൂപക്ക് ചീട്ടെടുക്കാൻ പോയ ആളിനാണ് എന്താ, അതാണ്. അങ്ങനെയാണ് മാമച്ചനെന്ന് പറഞ്ഞ ഒരാൾ വന്നത് മുഹമ്മയിൽ നിന്ന്. അതിവർ പിരിവിന് പോയ ആൾക്കാരാണ്, ചീട്ടെടുപ്പിക്കാൻ പോയതാണ്. അപ്പം അങ്ങേര് ഇത് കണ്ടപ്പോൾ ഇത് പള്ളിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് നിന്ന് പള്ളിക്ക് പെയിൻറ്റ് ചെയ്ത് വന്നിട്ട് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ദൈവതിരുസന്നിധിയിൽ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഉത്കണ്ഠപ്പെടുകയാണ്. നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ആ ദൈവത്തെ സംലഭ്യമാക്കാൻ വേണ്ടിയുള്ള നിശ്ചയദാർഢ്യവും ദൈവത്തിന് പ്രയോജനമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉടമ്പടി തരണത്. ആ ഉടമ്പടിയോട് സത്യസന്ധത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മുടെ ദൈവം തന്നെ ദൈവത്തിൻ്റെ സംവിധാനത്തിൽ ചെയ്തു തരും. നമ്മുടെ മകളെ എവിടെ കെട്ടിക്കണം, എപ്പോൾ വീട് വെക്കണം, എപ്പോഴാണ് രോഗം സൗഖ്യപ്പെടേണ്ടത്, ഇനി രോഗം സൗഖ്യപ്പെട്ടില്ല ബദൽ അഭിഷേകം എന്താണ്, അതെല്ലാം ദൈവം തരും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പാടെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യത്തിനും പഞ്ഞമില്ല. നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ഈ ദൈവത്തെ സംലഭ്യമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല. ഉടമ്പടി ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നും പറഞ്ഞു കഴിഞ്ഞ് ഒരു അടയാളം കാണട്ടെ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഈ വാദപ്പനിക്കാർ ഉടമ്പടി എടുത്തപ്പോഴാണ് കുളമായിപ്പോയത്. അവർക്കാ കുളമായിരിക്കണം. പക്ഷേ ഉടമ്പടി എടുത്ത് സത്യസന്ധത ചെയ്ത ആൾക്കാരെല്ലാം ഈ വെടിക്കെട്ട് സാക്ഷ്യങ്ങളാണ് പറയണത്. അതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ. 25 കൊല്ലം മക്കളില്ലെങ്കിൽ പിന്നെ എങ്ങനെ മക്കളുണ്ടാകണത്? ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ അടുത്ത ആഴ്ച ഗർഭിണിയാകണേ എങ്ങനെ? അമ്മയടുത്ത് നിങ്ങളുടെ എല്ലാ ഇല്ലായ്മയും വരായ്മയും അമ്മയുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിച്ച് ജീവിതം സുവിശേഷ വിഹിതമായിട്ട് പുനഃക്രമീകരിക്കണം. അത് പറയാൻ വേണ്ടിയാണ് ഒരു പൗരോഹിത്യം. ജീവിതം അതായത് ദൈവഹിതം അനുസരിച്ചുകൊണ്ടും തിരുവചനം അനുസരിച്ചുകൊണ്ടും പുനഃക്രമീകരിക്കണം. അത് ജനങ്ങളുടെ കൂടെ നടന്നാണ്, കൂടെ ജീവിച്ചുകൊണ്ടാണ് പൗരോഹിത്യം നിങ്ങൾക്ക് അറിവ് നൽകണത്. അപ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ, ഞങ്ങൾ പറയുമ്പോൾ ദൈവം അത് അംഗീകരിക്കും. നിനക്ക് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, തൊണ്ടൊക്കെ ഉടമ്പടി തേച്ച് പറഞ്ഞു, നീ ഒന്ന് സാക്ഷ്യം പറഞ്ഞെന്ന് പറയും. എന്താണ്? അത് ക്യാൻസറാണ്, പക്ഷേ തൈറോയ്ഡായിട്ട് കൺവേർട്ട് ചെയ്യും പെട്ടെന്ന്. അതെന്താ കാര്യം? ദൈവത്തോടുള്ള ബന്ധമാണ്. നമ്മളെ സത്യസന്ധമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാരണം നമുക്ക് നമ്മുടെ വില അങ്ങനെ പൗരോഹിതന്മാർക്ക് മാത്രമല്ല, അതായത് ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ആധ്യാത്മികതയാണ് നമുക്കുണ്ടായിരുന്ന ഒരു ചരിത്രപരമായ പരാജയം എന്ന് പറയും. കത്തോലിക്കൻ്റെ എല്ലാ വിഷയവും അച്ഛന്മാരെ ഏൽപ്പിക്കും, പ്രാർത്ഥിക്കാൻ അച്ഛന്മാർ എല്ലാം. അത് വേണ്ടെന്നല്ല പറയണത്. പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ ജോലിയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സാക്ഷി മിഷണറി. അത് അച്ഛന്മാരുടെ ജോലിയാണ്, മിഷണറി അല്ലല്ല. കൃപാസനത അംഗീകരിക്കത്തില്ല. നമ്മളെ സഭയുടെ പഠനം എന്താണ്? ഓരോരുത്തരും മിഷണറിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പത്രം തരുന്നത്.
ആ പത്രം എന്ത് ഇപ്പോൾ ലോകത്തിലെ 18 ഭാഷയിലായി കൃപാസനം പത്രം. അതെങ്ങനെ വളർന്നതാണത്? ജനങ്ങളുടെ ദൈവത്തിൻ്റെ മിഷണറിമാരായപ്പോൾ കർത്താവ് അതിനെ വളർത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചൈതന്യം അറിയാവുന്നൊരു സന്തോഷത്തോടെ അത് കൊണ്ടുപോയി കൊടുക്കും. സന്തോഷത്തോടെയാണ് അത് കൊടുക്കുന്നത്. കാര്യം വയൽ വിൽക്കുന്നവർ സന്തോഷത്തോടെ പോയി വയൽ വിറ്റ് ആ വയൽ വാങ്ങുന്നു എന്നാണ് പറയണത്. അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം സന്തോഷത്തോടെ ചെയ്യുമ്പോഴാണ് അവർ പ്രേക്ഷിതരാണോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരാണോ എന്ന് അറിയണത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ രോഗികൾക്ക് പോയി കാണുമ്പോഴും പൊതിച്ചോറ് കൊടുക്കുമ്പോഴും വസ്ത്രം കൊടുക്കുമ്പോഴും പണം കൊടുക്കുമ്പോഴും ഒക്കെ കൊടുക്കുമ്പോൾ സന്തോഷം തോന്നണം. അങ്ങനെ സന്തോഷം തോന്നിയാൽ നിങ്ങൾ പ്രവർത്തകരാണ്, കർത്താവിൻ്റെ സ്വന്തം പ്രവർത്തകരാണ്. സുവിശേഷത്തിൻ്റെയും രക്ഷയുടെയും കാവൽക്കാരും അതുപോലെ തന്നെ കൈമാറ്റക്കാരുമാണ്. ഈ കാവൽക്കാരും കൈമാറ്റക്കാർക്കും ഉണ്ടാകുന്ന മൗലിക വികാരം സന്തോഷമാണ്. സന്തോഷം തോന്നുന്നത് അളിഞ്ഞ മോന്തമായിട്ട് ഇത് എപ്പോൾ കൊടുക്കണം, ആര് കൊടുക്കും, എന്ത് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷിതരല്ല. പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ദൈവം തരത്തില്ല. വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് യു? ദൈവം എന്തിനു വേണ്ടി നിങ്ങളെ സഹായിക്കണം? ദൈവത്തിൻ്റെ ആരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആരുമല്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ നടക്കുന്ന ചുമ്മാ അലവലാതി ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ഒരു വർഗത്തെ കൃപാസനം അംഗീകരിക്കണില്ല. മറിച്ച് എന്താണ്, ഓരോ നിമിഷവും പ്രേക്ഷിത പ്രവർത്തനം കൂടി കർത്താവിൻ്റെ തിരിച്ചോരയ്ക്ക് സാത്താനോട് പ്രതികാരം ചെയ്തുകൊണ്ടുള്ള പടവെട്ടിയുള്ള മുന്നേറ്റമാണ് ശരിക്കും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോധം കൊണ്ടാണ് എൻ്റെ കർത്താവിൻ്റെ രക്തമാണ് ചോര ചിന്താൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ചിന്താൻ ഇടയാക്കിയിട്ടുള്ള നാരകീയ ശക്തികളോട് ഞാൻ സുവിശേഷം കൈമാറിക്കൊണ്ട് പ്രതികാരം ചെയ്യുമെന്നുള്ള ഒരു പ്രതികാര നടപടി, ആത്മീയ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. അതിനുവേണ്ടിയാണ് പൗരോഹിത്യം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യം തന്നെ അത് ധന്യവും സമ്പൂർണവുമാണ്. പൗരോഹിത്യം ഇപ്പോൾ അച്ഛന്മാർ പഠിക്കുന്നുണ്ട്, വക്കീൽമാരാകുന്നുണ്ട്, സാഹിത്യകാരന്മാർ എഴുത്തുകാരാകുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ആകുന്നുണ്ട്, സിസ്റ്റേഴ്സ് നേഴ്സുമാരാകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ, എല്ലാം കറക്റ്റാണത്. അത് സഭയുടെ വളർച്ചയ്ക്കും ജനത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടി അത് നേരാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവർ സമർപ്പിതരാണ്, അടിസ്ഥാനപരമായിട്ട് ഇവർ വൈദികരാണ്. അടിസ്ഥാനപരമായ പരിപാടി ചെയ്തില്ലെങ്കിൽ ഇവർ പ്രൊഫഷന് വേണ്ടി അഡീഷണലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ പൗരോഹിത്യം കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു മാവിൻ്റെ പുറത്ത് ഒരു ആല് കിളുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ ആല് മാവിനെ വിഴുങ്ങും. അപ്പോൾ അതുപോലെ തന്നെയാണ് പൗരോഹിത്യമാണ്. നമ്മുടെ ശുശ്രൂഷ. കർത്താവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. കൗദാശയിലൂടെ ക്രിസ്തുവിനെ സംലഭ്യമാക്കി ജനത്തിൻ്റെ അതാത് കൂടെ ദിവസങ്ങളിൽ ജനത്തിൻ്റെ കൂടെ ക്രിസ്തു സഞ്ചരിക്കുന്നു എന്നുള്ളത് പൗരോഹിത്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയാണ് ഈ ക്രിസ്തു ഒരു അടയാളമാണ്, പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അടയാളം എപ്പോഴും ഇങ്ങനെ ആളെ സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പൗരോഹിത്യത്തിൻ്റെ മൗലികത എന്ന് പറയുന്നത്. അതിന് പകരം ഒരു നല്ല പ്രൊഫസറാകാൻ പോകുമ്പോൾ പൗരോഹിത്യം കെട്ടുപോകരുത്. എന്ത് വേണം നമുക്കാകാം, ചർച്ചകാരനാകാം, സാഹിത്യകാരനാകാം, നല്ല വക്കീലാകാം. പക്ഷേ സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്ന അടിസ്ഥാന വിഷയം. ഞാനിപ്പോൾ സഭയുടെ കുർബാന പുസ്തകമല്ലേ വായിച്ചത്. എന്താ വായിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തെ കൈമാറണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് മൗലികമായ ജോലി. അത് ചെയ്യാതെ വേറെ പല ജോലികളും ചെയ്തിട്ട് പൗരോഹിത്യം ആഘോഷിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യത്തിൽ പൗരോഹിത്യത്തെ വിഴുങ്ങുന്ന വേറെ എത്തിക്കണ്ണികൾ വരികയും അത് അവസാനം അത് വളർന്ന് പന്തലിക്കുകയും പൗരോഹിത്യം അതിനകത്ത് മരിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ ശവം പേറിയ അകത്ത് നടക്കുന്ന വേറെ ഒത്തിരി സംവിധാനങ്ങൾ സഭയിൽ പിൽക്കാലത്ത് ചിലരെങ്കിലും അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതിൽ ഭയങ്കരമായ സങ്കടം എനിക്കുണ്ട്. കാര്യം പൗരോഹിത്യം കർത്താവ് പട്ടം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള മൗലികമായ കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രേഷ്യസൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഗ്രേഷ്യസനോടാണ് ഞാൻ ചോദിച്ചത്, അച്ഛാ ഡീക്കൻ പട്ടം കൊടുക്കുമ്പോൾ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളുടെ ഒരു പ്രിൻ്റ് ഔട്ട് ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ധ്യാനിക്കാൻ വേണ്ടിയാണ്. പ്രിയമകനെ നീ വചനം കൊടുത്ത് പറയാം, പ്രിയമകനെ നീ ഈ വിശുദ്ധ ഗ്രന്ഥം നീ അത് വായിക്കുക, അത് പഠിക്കുക, അത് പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അത് പറഞ്ഞുകൊണ്ടാണ് ഈ പട്ടം തന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതാണ് ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ട് അത് ഇരിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളുടെയും പുരോഹിതന്മാരായി നമ്മൾ മാറും. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ മാതാവ് എനിക്കൊരു പ്രത്യേക ഉൾക്കാഴ്ച തന്നിട്ടുണ്ട്. നീ പുരോഹിതൻ തന്നെ ആയിരിക്കണം മരണം വരെ. പൗരോഹിത്യം കൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കണം അന്ത്യം വരെ. നീ പിരിഞ്ഞു പോകുമ്പോഴും എന്തുണ്ട് അതിനെനിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പാപക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ എന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് മുന്നേറാം.
എല്ലാ കാലങ്ങളിലും ദൈവം സംലഭ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ നടപടിയായ ഉടമ്പടിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വിശ്വസ്ത പാലിക്കുകയും ചെയ്യുക. എൻ്റെ പ്രവർത്തകർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ സംവിധാനമായി നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും പദ്ധതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.